ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവജനത്തിനും ധന്യനായ യേശു ക്രിസ്തുവിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ നാളുകളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞായിരിക്കുന്ന ഉപമകളെ പറ്റിയാണല്ലോ ചിന്തിച്ചു വരുന്നത്. ഇതിനകം ധാരാളം ഉപമകൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിൽ നമ്മുടെ പഠനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യവും ആണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അതുതന്നെ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 23 വരെ ഭാഗത്ത് അതുതന്നെ നമുക്ക് കാണുവാൻ കഴിയും. നാം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വേളകളെപ്പറ്റി ചിന്തിച്ചു വരുമ്പോൾ തൻ്റെ പ്രവർത്തന അല്ലെങ്കിൽ ശുശ്രൂഷയുടെ പ്രത്യേകത പല സ്ഥലങ്ങളിൽ കടന്നുപോയി, പല മേഖലകളിൽ കടന്നു ചെന്ന് പല ആൾക്കാരെ കണ്ട് വചനത്തിൻ്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് അഥവാ അവൻ്റെ തിരുവചനങ്ങളെ ജനത്തോട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ തന്നെ ഒട്ടനവധി സമയങ്ങളിൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളുടെ നിരവധി ആക്രമണങ്ങൾ കർത്താവ് നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനോടകമായിട്ട് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളെപ്പറ്റി ദേശമെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ചില രോഗികളൊക്കെ കർത്താവ് സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് 14-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാൻ ഇപ്പോൾ ഗന്നസരേത്ത് എന്ന സ്ഥലത്ത് വന്നെത്തി നിൽക്കുക. ആ ഗന്നസരേത്ത് പ്രദേശത്ത് കർത്താവുണ്ട്. ആ സമയത്ത് യെരുശലേമിൽ നിന്നും പരീശന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് യേശുവിൻ്റെ അടുക്ക് വരികയാണ്. അവർ ഏകദേശം 120 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇവിടെ യേശുവിൻ്റെ അടുക്കൽ അവനെ കാണുവാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ വരവ് ആത്മീയ കാര്യങ്ങളെപ്പറ്റി അറിയുവാനോ പഠിക്കുവാനോ ഒന്നുമല്ല വന്നിരിക്കുന്നത്, മറിച്ച് ശിഷ്യന്മാരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ചോദ്യം എന്ന് പറയുന്നത്, നിൻ്റെ ശിഷ്യന്മാർ പൂർവികന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നു. എന്താണ് അവർ ലംഘിച്ചത്? എന്താണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്? അവർ ഭക്ഷിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് അവിടെ മുമ്പ് നിൽക്കുകയാണ്. അത് ചോദിക്കാൻ വേണ്ടിയാണ് 120 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്തു നോക്കണേ, എന്ത് ത്യാഗം സഹിച്ചാണ് അവർ ഈ ഒരു വിഷയം കർത്താവുമായിട്ട് വാദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഉള്ളുകൊണ്ട് യേശുവിനെയോ അവൻ്റെ ശിഷ്യന്മാരെയോ അവൻ്റെ പഠിപ്പിക്കലൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പരീശന്മാർക്കും സദൂക്യർക്കും ശാസ്ത്രിമാർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. കിട്ടുന്ന സമയമെല്ലാം എങ്ങനെയെങ്കിലും ആക്രമിക്കുക, വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ള നിലപാടായിരുന്നു ഇവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ പറയുന്ന വിഷയം ഒരു ഉപദേശമല്ല, മറിച്ച് ഒരു പാരമ്പര്യ വിഷയമാണ്, ഒരു പാരമ്പര്യ സമ്പ്രദായമാണ്. ഇത് ശിഷ്യന്മാർക്ക് നേരെ അഴിച്ചുവിടുന്ന ഒരു ആക്രമണമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 7-3 മുതൽ 4 വരെ ഭാഗത്ത് കാണുന്നത്, പരീശന്മാരും വികൃതന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ പല ഘട്ടങ്ങളിലായിട്ട് അവർ കൈകളിങ്ങനെ കഴുകുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത് ചന്തയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ കുളിച്ചിട്ടല്ലാതെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയില്ല. മാത്രമല്ല മർക്കോസ് പറയുന്നുണ്ട്, പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുന്നത് അവരുടെ പതിവായിരുന്നു. അങ്ങനെ പലതും പ്രമാണങ്ങളെ പാലിച്ച് ചട്ടങ്ങളെ പാലിക്കുന്ന ഒരു പ്രത്യേകത അവർക്കുണ്ടായി. ഇവർ ചെയ്യുന്നത്
ആഹാരത്തിന് മുമ്പായിട്ട് അവർക്ക് പ്രത്യേക പാത്രമുണ്ട്, ഒരു മഗ് പോലത്തെ പാത്രം, രണ്ട് സൈഡിലും പിടിയുള്ള ഒരു കപ്പ് ഉണ്ട്. ആ കപ്പിനകത്ത് വെള്ളം എടുത്തിട്ട് ആദ്യം 3 പ്രാവശ്യം വലം കൈയിലൊഴിക്കും, രണ്ടാമത് 3 പ്രാവശ്യം ഇടത്തെ കൈയിലൊഴിക്കും. അതൊഴിച്ച് ഈ വിരലിൻ്റെ അറ്റം മുതൽ ഈ മുട്ട് വരെയുള്ള ഭാഗമാണ് അവർ കഴുകുന്നത്. അതിനുശേഷം ഈ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ സംസാരിക്കത്തില്ല, ആരും സംസാരിക്കാൻ പാടില്ല. അത് വെള്ളമെല്ലാം ഒഴിച്ച് കഴിയ ശേഷമായിട്ട് അവർക്കൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് പേരാണ് ഹമോത്സി എന്ന് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് ആഹാരത്തിന് വേണ്ടി സ്തോത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചോദിച്ചാൽ, ഇവരെ പുറത്ത് പോയി ജാതികളെ കാണുകയോ അവരുമായിട്ട് വ്യാപാര വിനിമയം നടത്തുകയോ അവരുമായി സ്പർശിക്കുകയോ ഒരു ശവത്തെ തൊടുകയോ അശുദ്ധമായ ഏതെങ്കിലും സ്ഥാനത്ത് തൊടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും വന്ന് കൈ കഴുകി വൃത്തിയാക്കിയ ശേഷമേ ആഹാരത്തിന് അവരിയ്ക്കുകയുള്ളൂ. അശുദ്ധമാനെ തൊട്ട് കഴിഞ്ഞാൽ അവർ അശുദ്ധന്മാരായി തീരുക. ഇത് ഒരു പാരമ്പര്യമാണ്. ഇത് മോശയിക ന്യായപ്രമാണം ഒന്നുമല്ല, പാരമ്പര്യമായിട്ട് റബിമാർ അവരെ പഠിപ്പിച്ചതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരു വിഷയമാണ്. അങ്ങനെ ഈ പാരമ്പര്യം അനുഷ്ഠിച്ച് വന്ന് ന്യായപ്രമാണത്തിൽ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള പ്രാധാന്യം ഇവർ ഈ പാരമ്പര്യത്തിന് കൊടുത്തു. അതിനെ വിളിക്കുന്ന പേരാണ് മിഷ്ന എന്ന് പറയുന്ന ഒരു പേരാണ്. അതിനെ പാരമ്പര്യ പഠിപ്പിക്കൽ. അത് റബിമാർ അവരെ പഠിപ്പിച്ചായിരിക്കുന്ന പ്രമാണങ്ങളാണ്, അതായത് ആചാരങ്ങൾ, സമ്പ്രദായങ്ങൾ. അപ്പോൾ ലോയെക്കാട്ടിൽ ഉപരിയായി, ന്യായപ്രമാണത്തെക്കാട്ടിൽ ഉപരിയായി മിഷ്ന എന്ന് പറയുന്ന റബിമാർ പഠിപ്പിക്കുന്ന ഈ പാരമ്പര്യ പഠിപ്പിക്കലുകൾക്ക് അധിക പ്രാധാന്യം കൊടുത്തു. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഒരിക്കൽ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ നാട്ടിൽ നിലനിന്നിരുന്നു. അയിത്തമൊക്കെ നിലനിന്നത് കാലഘട്ടം ഉണ്ടായിരുന്നു. തീണ്ടലും തൊടിയിലും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇങ്ങനെ തരംതിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെവിടെ വന്ന് നിൽക്കുക? അതെല്ലാം മാറിപ്പോയി. കാരണം നമ്മുടെ തിരിച്ചറിവുകളും നമ്മുടെ വിദ്യാഭ്യാസവും ഈ മാറ്റങ്ങൾക്കെല്ലാം വഴിയൊരുക്കി. ഇന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന ആൾക്കാരാണ് പല ഇടങ്ങളിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതെല്ലാം മാറിപ്പോയിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇതെല്ലാം വഴിമാറി. ഇവർ കർത്താവിനോട് ചോദിക്കുകയാണ്, നിന്റെ ശിഷ്യന്മാർ പൂർവ്വന്മാരുടെ സമ്പ്രദായം എന്ത് ചെയ്യുന്നു? ലംഘിക്കുന്നു. അതായത് പാരമ്പര്യം അവർ ലംഘിക്കുന്നു എന്ന് ഒരു വലിയ പ്രശ്നമായിട്ടാണ് അവരതിനെ കാണുന്നത്. ന്യായപ്രമാണമല്ല ലംഘിച്ചത്, പിന്നെന്താണ്? പൂർവികന്മാരുടെ സമ്പ്രദായം. എന്താണ് ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയത്തിൽ? ന്യായപ്രമാണം ഒന്നേ പഠിപ്പിക്കുന്നുള്ളൂ. പുറപ്പാട് പുസ്തകം 17 മുതൽ 21 വരെയുള്ള ഭാഗത്ത് ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് എന്താണ്? ഇവിടെ വായിക്കുന്ന യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, കഴുകേണ്ടതിന് ഒരു താമ്രത്തൊട്ടിയും അതിന് ഒരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിന് സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളമൊഴിക്കണം. അതിങ്കിൽ അഹരോനും അവൻ്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്കും ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അത് അവർക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. ഇത് അഹരോനും പുത്രന്മാർക്കും പുരോഹിതന്മാർക്ക് സമാഗമന കൂടാരത്തിൽ വരുമ്പോൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് അവിടെ പറയുന്നത്. ഇതാണ് ന്യായപ്രമാണം പഠിപ്പിക്കുന്നത്. ഈ ന്യായപ്രമാണത്തെ യഹൂദന്മാർ എന്ത് ചെയ്തു? അവരതിനെ വളച്ചൊടിച്ചിട്ട് ആഹാരത്തിന് മുമ്പ് എല്ലാവരും കൈ കഴുകണമെന്ന് നിർബന്ധമാക്കി. ഇവിടെ പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് ചെല്ലുന്നതിന് മുമ്പാണ് ഇവിടെ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അതിന് അവരെന്ത് ചെയ്യുന്നു? സകല യഹൂദനും ആഹാരത്തിന് മുമ്പ് കൈ കഴുകണമെന്ന് അവർ നിഷ്കർഷിച്ചു. അപ്പോൾ തന്നെ ചില യഹൂദ റബിമാർ പഠിപ്പിച്ചത് ഷിപ്റ്റ എന്ന് പറയുന്ന പേരോടുകൂടി വിളിക്കുന്ന ഒരു സാത്താനുണ്ട്. ആ സാത്താൻ ചെയ്യുന്നത്
മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ ചെന്ന് തൊട്ടിട്ട് പോകും. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പോയി കൈ കഴുകിക്കണം. കൈ കഴുകുന്നില്ല എങ്കിൽ കയ്യിൽ കൂടിയിരിക്കുന്ന പിശാച് ആഹാരത്തിനകത്തൂടെ വായിപ്പും. അപ്പോൾ അതുകൊണ്ട് പേടിച്ച് എല്ലാവരും എന്ത് ചെയ്യുന്നു? ആഹാരത്തിന് മുമ്പായിട്ട് കൈ കഴുകുന്നു. അപ്പോൾ എന്തൊക്കെ സമ്പ്രദായങ്ങളാണ് ഇവരുടെ ഇടയിൽ നിലനിന്നിരുന്നുള്ളത് നമുക്ക് ചരിത്രങ്ങളോട് പോകുമ്പോൾ രസകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അവരുടെ ഇടയിൽ ആരും നിർബന്ധമായിരുന്നു, എല്ലാവരും അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. ഒന്ന്, ജാതികളുമായിട്ട് ഇടകലർന്ന് വ്യാപാര വിനിമയത്തിൽ ഏർപ്പെട്ട് കറൻസി കൈമാറിയോ അല്ലാതെയോ അവരെ സ്പർശിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അശുദ്ധരായി തീർന്നു എന്ന് വരയ്ക്കുന്ന പേടി. രണ്ടാമത്, പിശാച് തൊട്ടിട്ട് പോയോ എന്ന് വരയ്ക്കുന്ന ഒരു പേടി. ഇതെല്ലാം കൂടെ ആകുമ്പോഴേക്കും എല്ലാ പ്രാവശ്യം ആഹാരത്തിന് മുമ്പായിട്ട് അവരെ കൈ കഴുകും. ഇവിടെ ശിഷ്യന്മാർ ചെയ്ത് കാണില്ല, അതുകൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ചോദിച്ചപ്പോൾ അതിന് മറുപടി ഉടനെ കർത്താവ് കൊടുക്കാതെ അവരോട് വേറൊരു ചോദ്യം കർത്താവ് അങ്ങോട്ട് ചോദിക്കുക. കർത്താവിൻ്റെ പല പെരുമാറ്റ രീതി ഇങ്ങനെയായിരുന്നു. ഒരു ചോദ്യം കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് അങ്ങോട്ട് വേറൊരു ചോദ്യം ചോദിക്കും. അതേപോലെ തന്നെ ഇവർ ചോദിച്ചതിൻ്റെ ഉത്തരം ഇവിടെ കൊടുക്കാതെ വേറൊരു ചോദ്യം കർത്താവ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതൊരു എതിർവാദമായിട്ട് കർത്താവ് നിരത്തുകയാണ്. അത് നമുക്ക് 3 മുതൽ 9 വരെയുള്ള ഭാഗത്ത് കാണാൻ കഴിയുന്നു. കർത്താവോട് ചോദിക്കുന്നത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. അത് നമുക്ക് ആവർത്തന പുസ്തകം 5:16, പുറപ്പാട് പുസ്തകം 20:1 മുതൽ 12 വരെ, 21:17, ലേവ്യാപുസ്തകം 20:9 ഈ ഭാഗങ്ങളിലെല്ലാം അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ന്യായപ്രമാണം അങ്ങനെ പഠിപ്പിക്കുന്നു. ഇവിടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അവരെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ അവരെ കൊടുത്ത് സഹായിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക, ആഹാരം സമയത്ത് കൊടുക്കുക, ചികിത്സ നടത്തുക, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും അതിനകത്തുണ്ട്. അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതാത് സമയങ്ങളിൽ ചെയ്തു കൊടുക്കണം എന്നാണ് ന്യായപ്രമാണം അനുശാസിക്കുന്നത്. എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക അതിൽ അടങ്ങിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് ഇത് പറയുന്നുണ്ട്. 1 തീമോഥെയോസ് 5:4 പറയുന്നുണ്ട്, വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കട്ടെ, ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരം ആകുന്നു എന്ന് പൗലോസ് തീമോഥെയോസിനോട് ഓർപ്പിക്കും. അപ്പോൾ അത് ന്യായപ്രമാണത്തിൻ്റെ ഉപദേശമാണ്. യേശു ഇവരുടെ സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചു പോവുകയാണ്, വഴിമാറിയിരിക്കുകയാണ്. നിങ്ങളുടെ മര്യാദ അനുസരിച്ച്, സമ്പ്രദായം അനുസരിച്ച്, ഇവിടെ മർക്കോസിൽ പറയുന്നത് 7-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ അഥവാ ഞാൻ മൂലം ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, മാതാപിതാക്കൾക്കൊരാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളുടെ അടുത്ത് ആവശ്യമായി വരുമ്പോൾ അവർ പറയുന്നൊരു വാക്കാണ് ഖുർബാൻ. ഖുർബാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിച്ചത് ആർക്ക് കൊടുത്തു? ദേവാലയത്തിൽ ദൈവത്തിന് കൊടുത്തു. ഇനി എനിക്ക് തരാനായിട്ട് നിവൃത്തിയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞൊഴിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഖുർബാൻ. നിങ്ങൾക്ക് തരാനുള്ളതായിരുന്നു, പക്ഷേ ആർക്ക് കൊടുത്തുപോയി? ദൈവത്തിന് കൊടുത്തു. ഇനി ഒന്നും തരാനായിട്ട് ഇല്ല. അപ്പം മാതാപിതാക്കൾക്കൊരു ആവശ്യം വരുമ്പോൾ, അവരെ സഹായിക്കാൻ വരുമ്പോൾ ഈ വാക്ക് പറഞ്ഞ് അവരങ്ങ് ഒഴിയുക. ഖുർബാൻ എന്ന് പറയുന്നത് എബ്രായ വാക്കാണ്. അതിൻ്റെ അർത്ഥം എ ഗിഫ്റ്റ് ഡിവോട്ടഡ് ടു ഗോഡ്. ദൈവത്തിന് സഹായമെല്ലാം സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സഹായമായി കൊടുത്തു, ദൈവാലയത്തിൽ കൊടുത്തു. അതുകൊണ്ട് അവർ പറയുന്ന, ഐ ആം വെരി സോറി, ഐ ഗേവ് എവറിത്തിങ് വാട്ട് ഐ ഹാവ് ബിലോങ്സ് ടു ഗോഡ്.
ഞാനെല്ലാം ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവർ അതിൽ നിന്ന് ഒഴിവുള്ളവരാണ്. ദൈവത്തിന് ഞാനെല്ലാം കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി എനിക്കൊന്ന് ചേരാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ ദൈവത്തിന് കൊടുത്തു എന്നുള്ളത് ശാസ്ത്രിമാർ അറിയും. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഇവരുടെ മനസ്സിന് മാറ്റമുണ്ടായി മാതാപിതാക്കളെ സഹായിക്കണമെന്ന് താല്പര്യമുണ്ടായി ശാസ്ത്രിമാർ അറിഞ്ഞാൽ ശാസ്ത്രിമാർ വിലക്കും. കാരണം ദൈവമുമ്പാകെ എടുത്ത ഉടമ്പടിയാണ്. ദൈവാലയത്തിൽ കൊടുത്തു എന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പാകെ അതിനെടുത്ത ഉടമ്പടിയാണ്. അതും ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ എല്ലാ നിലയിലും മാതാപിതാക്കളോടായിരിക്കുന്ന ആ സംരക്ഷണവും ഇവരെ വേണ്ട രീതിയിൽ നിർവഹിക്കുന്നില്ല. ഈ കർത്താവിനെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പ് വേണ്ട രീതിയിൽ പ്രമാണത്തിനനുസരിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുന്നില്ല. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സമ്പ്രദായം അനുസരിച്ച് ദൈവത്തിൻ്റെ പ്രമാണത്തെ നിങ്ങൾ ലംഘിച്ചിരിക്കണം. അപ്പോൾ ഒരു മകൻ പ്രായമുള്ള മാതാപിതാക്കൾ പറയുകയാണ്, എനിക്ക് സഹായിക്കാനായിട്ട് ഇല്ല, പകരം ഞാനെല്ലാം ദേവാലയത്തിൽ കൊടുത്തു. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിയമപ്രകാരം മാതാപിതാക്കൾക്ക് ഒന്നും മക്കളിൽ നിന്ന് കിട്ടുവാനായിട്ട് അർഹതയില്ല. കാരണം അവരെവിടെ കൊടുത്തത്? ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടു. സംഖ്യാപുസ്തകം 30-ാം അധ്യായത്തിൽ വായിക്കുന്നത് പ്രകാരം ഈ തീരുമാനം മാറ്റാൻ അവന് പറ്റത്തില്ല. കാരണം അവ ദൈവമുമ്പാകെ ദേവാലയത്തിൽ ചെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ശാസ്ത്രിമാരോട് പറഞ്ഞാലിരിക്കുന്ന നിഷേധിക്കാൻ പറ്റാത്ത ഒരു വാക്കാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ മാതാപിതാക്കളെ ആര് ബഹുമാനിക്കുന്നില്ല? ഈ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ബഹുമാനിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 7, 8, 9 വാക്യം കടന്നു വരുമ്പോൾ കർത്താവ് പറയുകയാണ്, കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞത് എന്താണെന്ന് ഓർത്തുകൊള്ളുവീൻ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അധരം കൊണ്ട് ദൈവത്തെ മാറ്റപ്പെടുത്തുന്നു, ഹൃദയം കൊണ്ട് ഒത്തിരി മാറിയിരിക്കുന്നു. അപ്പോൾ കേവലം വാക്കുകൾ കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു, അധരം കൊണ്ട് വളരെ ദൂരം മാറിയിരിക്കുക. ഇത് പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തോട് വളരെ ഒത്തിരിക്കുന്നു എന്ന് പറയുക. അത് യെശയ്യാപ്രവചനം 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്ന് ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ദൈവവചനത്തെക്കാട്ടിലും അധികം എന്തിന് പ്രാധാന്യം കൊടുത്തു? പാരമ്പര്യത്തിന്, സമ്പ്രദായത്തിന് അവർ പ്രാധാന്യം കൊടുത്തു. ഒരു പുരാതന റബി പറഞ്ഞത് അവർക്ക് 10 തരത്തിലുള്ള കപടഭക്തിക്കാർ ഉണ്ടായിരുന്നു. 10 തരത്തിലുള്ള കപടഭക്തിക്കാരുണ്ട്. അതിൽ 9 പേരും യെരുശലേമിലാണ്, ഒരാൾ വേറെ ലോകത്തിൽ എവിടെയാണ്. അപ്പോൾ ഈ കപടഭക്തിക്കാരുടെ വലിയൊരു ഗ്രൂപ്പ് ഇവരുടെ ഇടയിലുണ്ട് എന്ന് റബി പറയുണ്ടായി. അപ്പോൾ ഇവിടെ കാണുന്നത് ഈ പാരമ്പര്യം എന്ത് ചെയ്യുന്നു? മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തെ ആരാധിക്കുന്നത് സത്യം മനസ്സിലാക്കിയും ആത്മാവിൻ്റെ നിറവിലുമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയിലാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട വിഷയമാണ്. ആരാധനയുടെ പ്രാധാന്യത, ആരാധനയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഹൃദയങ്ങൾ തമ്മിൽ ചേരുക എന്നുള്ളതാണ്. ഹൃദയത്തിൻ്റെ വിശുദ്ധിയിൽ, ഹൃദയത്തിൻ്റെ പരിശുദ്ധിയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ഇവർ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പാരമ്പര്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവഭക്തിയെ അവരെ പ്രകടിപ്പിക്കുന്നു. അതിരം കൊണ്ട് മാത്രം ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ആരാധനയായി തീരുകയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചില വാക്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ റോമാലേഖനം 10-9, 10 വാക്യങ്ങൾ കടന്നു വരുമ്പോൾ നാം ഹൃദയം കൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നു എന്നവിടെ പറയും. ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തെ അവിടെ വിശ്വസിക്കുന്നു. മത്തായി 22-37 വാക്യത്തിൽ നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നവിടെ പറയും.
കൊലോസ്യ ലേഖനം 3:16 വായിക്കുന്നത്, നാം ഹൃദയങ്ങളെ കർത്താവിന് പാടുന്നു എന്ന് വായിക്കുന്നു. 2 കൊരിന്ത്യർ 9:7 വായിക്കുന്നത്, നാം ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ അവന് കൊടുക്കുന്നു. എഫെസ്യ ലേഖനം 6:6, റോമർ 6:17 വായിക്കുന്നത്, നാം ഹൃദയപൂർവ്വം അവനെ അനുസരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടായി വരുന്ന അനുഭവങ്ങളാണ്. അവനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും കൊടുക്കുകയും വിശ്വസിക്കുകയും എല്ലാം ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ്. അപ്പോൾ ഹൃദയമാണ് ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. 10-11 വാക്യങ്ങൾ കടന്നു വരുമ്പോൾ യേശു വിഭാഗത്ത് ഈ ഭാഗങ്ങൾ കടന്നു വരുന്നത് പരീശന്മാരും ശാസ്ത്രിമാരും ചോദിച്ച ചോദ്യത്തിലേക്ക്, ആ വിശദീകരണത്തിലേക്ക് ഇവിടെ കടന്നു വരികയാണ്. ആദ്യം ചോദ്യം ചോദിച്ചു, അതിൻ്റെ മറുപടിയായിട്ട് കർത്താവ് പറയുകയാണ്. എന്നാൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകുവാൻ വേണ്ടി 10-12 വാക്യങ്ങളിലൂടെ കർത്താവ് കടന്നു വരികയാണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം തെറ്റിച്ച് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അവർ അശുദ്ധന്മാരായിരിക്കുന്നു എന്ന് അവരോട് സ്ഥാപിക്കുക ചെയ്തത്. എത്ര എളുപ്പത്തിലാണ് ഈ ശിഷ്യന്മാരെ അവർ അശുദ്ധന്മാരാക്കി തീർത്തത്. അപ്പോൾ അവരുടെ ആരോപണത്തിന് ശക്തമായ മറുപടി കർത്താവ് ഈ ഭാഗത്ത് കൊടുക്കുകയാണ്, ഈ ഭാഗങ്ങളിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ശ്രദ്ധിക്കണം, മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അവനെ അശുദ്ധമാക്കും. അപ്പോൾ അവരുടെ വീക്ഷണത്തിൽ എന്താണ്? കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു, അതുമൂലം അശുദ്ധരായി തീർന്നു, നിൻ്റെ ശിഷ്യന്മാരെല്ലാവരും അശുദ്ധരാണ് എന്നവർ പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന മറുപടി, മനുഷ്യനെ അശുദ്ധനാക്കി തീർക്കുന്നത് അവൻ്റെ വായിലോട്ട് ചെല്ലുന്നതല്ല, മറിച്ച് അവൻ്റെ വായിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകളാണ് അവനെ അശുദ്ധൻ ആക്കുന്നത്. ഈ പ്രസ്താവന തികച്ചും മോശയിക ന്യായപ്രമാണത്തിന് വിരുദ്ധമാണ്. ഇവിടെ ഒരു പരിഷ്കരണ സ്വഭാവം ഇവിടെ കാണാൻ കഴിയുകയാണ്. ഒരു പരിഷ്കരണ സ്വഭാവമുള്ള ഒരു കരുനീക്കമായി, ചില മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന ഒരു കാൽവെപ്പായി, ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റത്തിന് വിധേയമാകുന്ന ഒരു വാക്കുകളാണ് കാണുന്നത്. മോശയുടെ ന്യായപ്രമാണം എന്താ പഠിപ്പിക്കുന്നത്? ലേവ്യാപുസ്തകം 12-ാം അധ്യായം മുഴുവൻ പഠിക്കുമ്പോൾ അവിടെ ആഹാരത്തെപ്പറ്റി എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, ഡയറ്ററി ലോസ്, ആഹാരത്തെ പറ്റിയുള്ള നിബന്ധന വ്യക്തമായി പറയുക. അത് മോശയെക്കൂടി കൊടുത്ത പ്രമാണമാണ്. അതിന് വൈരുദ്ധ്യമായിട്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസിഷൻ, എന്തോ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ലേവ്യ പ്രമാണം അനുസരിച്ച് വായിൽ ചെല്ലുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ലേവ്യാപുസ്തകം 12-ാം അധ്യായം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുകയാണ്. എന്ത് കഴിക്കാം, എന്ത് കഴിക്കാൻ പാടില്ല, ചെറിയ കാര്യങ്ങൾക്ക് വരെയും ദൈവം അവിടെ നിർദ്ദേശം കൊടുക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെയും അവിടെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ നിയമദാതാവായിരിക്കുന്ന കർത്താവ് ഇപ്പോൾ ആചാരപരമായി അശുദ്ധി വരുത്തുന്നതിനെയൊക്കെ റദ്ദാക്കാനായിട്ട്, അഥവാ റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. മനുഷ്യൻ ആഹാരം മൂലം കഴിക്കുന്നു, എന്തെല്ലാം അവനെ അശുദ്ധമാക്കിയോ അതെല്ലാം ഇവിടെ റദ്ദാക്കുന്ന, ഒരു മാറ്റുന്ന, നള്ളിഫൈ ചെയ്യുന്ന, കുറച്ച് കാണിക്കുന്ന ഒരു അനുഭവം ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 2 കാര്യങ്ങൾ കർത്താവ് ഇവിടെ സ്ഥാപിക്കുക. ഒന്ന്, കൈകൾ കഴുകാതെ ഒരാൾ ഭക്ഷണം കഴിച്ചത് കൊണ്ട് അവൻ അശുദ്ധൻ ആകുന്നില്ല എന്ന് കർത്താവ് പറയും. കൈകൾ കഴുകാതെ ഒരാൾ കഴിച്ച അശുദ്ധനാകുന്നില്ല. രണ്ടാമത്, അകത്ത് ചെല്ലുന്ന ഭക്ഷണം അവനെ എന്താക്കുന്നില്ല, അശുദ്ധനും ആക്കുന്നില്ല. വ്യക്തമായിട്ട് കർത്താവ് പറയുക, കൈകൾ കഴിയാതെ ഒരാൾ കഴിച്ചത് കൊണ്ട് അശുദ്ധനാകുന്നില്ല. ഇനി ആഹാരം, ഏതടത്തുള്ള ആഹാരം ചെന്നാലും അവന് അശുദ്ധനും ഒരിക്കലും അവനെ അശുദ്ധനാക്കുന്നില്ല. പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് ശക്തമായ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. എന്തെല്ലാം കഴിക്കാൻ പാടില്ല. അതിന് പലവിധമായിരിക്കുന്ന ഉദ്ദേശങ്ങളുണ്ട്. പല കാരണങ്ങളാൽ കൊണ്ടാണ് കർത്താവ് ദൈവം യഹൂദന്മാരോട് ഇന്ന ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെല്ലാം ആത്മീയമായ വശങ്ങളാണ്. അതിൻ്റെ ആത്മീയ പരിവേഷമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും
ഒന്ന്, അതിൻ്റെ പ്രത്യേകത, നിങ്ങൾ ജാതികളിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് തെളിയിക്കണം. ജാതികളെപ്പോലെയുള്ളവരല്ല, ജാതികളിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് നിങ്ങളെ തന്നെ തെളിയിക്കണം. അത് ആത്മീയ വശമാണ്. രണ്ടാമത്, നിങ്ങൾ വേർതിരിക്കപ്പെട്ടവർ, വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ സമൂഹത്തിന് തെളിയിച്ചു കൊടുക്കണം. മൂന്ന്, വിശുദ്ധി അഥവാ ദൈവസ്വഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം. ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് ന്യായപ്രമാണത്തിൽ ചില ആഹാരങ്ങൾ കഴിക്കുവാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചത്. കാരണം ഇവർ പ്രത്യേക വംശമാണ്, പ്രത്യേകതയുള്ളവരാണ്, സാംസ്കാരികമായി അന്യജാതിക്കാരിൽ നിന്ന് വ്യത്യസ്തരാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തവരാണ്. ആ ഉടമ്പടി നിരന്തരമായി അവർ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശുദ്ധിയുടെ പ്രാധാന്യത എത്രമാത്രം ഉണ്ട് എന്ന് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ നിബന്ധനകളും നിഷ്കർഷങ്ങളെല്ലാം അവിടെ ന്യായപ്രമാണത്തിൽ ഏർപ്പെടുത്തിയത്. ഇതെല്ലാം പാപം എന്ന് പറയുന്ന ഒരു വിഷയത്തെ അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ലോസ് എല്ലാം പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. പഴയ നിയമ ഉടമ്പടി പ്രകാരം ചിലത് കഴിക്കരുത്, ചിലത് തുടരുത് എന്ന് പറഞ്ഞതിൽ വീഴ്ച വരുത്തിയാൽ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വീഴ്ച വരുത്തിയാൽ അവരെ ആത്മീയ കൂടിവരവുകളിൽ വിലക്കിയിരുന്നു. ഏതെങ്കിലും സന്ദർഭം വീഴ്ച വരുത്തിയാൽ ഇതിനെ ആചാരപരമായ വിശുദ്ധീകരണമായിരുന്നു നടത്തിയിരുന്നു. സെറിമോണിയൽ ക്ലീനിങ്, ഒരു വാഷിംഗ് നടത്തിയാണ് അവരെ വീണ്ടും കൂട്ടായ്മകളിൽ പങ്കെടുപ്പിച്ചിരുന്നത്. എന്നാൽ ഒരിക്കലും അതിന് ദൈവികമായിട്ടുള്ള പാപക്ഷമയോ ഒന്നും ലഭിച്ചിരുന്നില്ല. ക്ലെൻസിങ് മാത്രം, ശുദ്ധീകരണം മാത്രമാണ്. പാപക്ഷമ ഇത് പാലിച്ചത് കൊണ്ടല്ല ലഭിച്ചത്. ഒരിക്കലും ആഹാരങ്ങൾ, ചില കാര്യങ്ങൾ കഴിക്കാതിരുന്നുകൊണ്ട് അല്ല പാപക്ഷമ കിട്ടിയത്. മറിച്ചത് ആചാരങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ, അവരിൽ കൊടുത്തിരിക്കുന്ന ചില നിബന്ധനകൾ ലംഘിച്ചു കഴിയുമ്പോൾ ശുദ്ധീകരണ പ്രക്രിയയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, സെറിമോണിയൽ വാഷിംഗ്. അതുമൂലം വീണ്ടും ഒന്ന് കൂട്ടായ്മയിലേക്ക് വരിക ചെയ്യുന്നു. എന്നാൽ ഒരിക്കലും ഇത് പാലിച്ചത് കൊണ്ടല്ല അവർക്ക് പാപക്ഷമ കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ നിബന്ധനകളെല്ലാം തന്നെ ദൈവം കൊണ്ടുവന്നത് ജനം ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ടു വന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അവരോടാണ് കർത്താവ് ഈ നിബന്ധനകൾ പറയുന്നത്. എന്നാൽ ജാതികളുടെയും വിഗ്രഹാരാധികളുടെയും പ്രത്യേകത, അവർ പ്രകൃതി ശക്തികളെ ആരാധിക്കുകയും ചെയ്തു വന്നിരുന്ന മിസ്രയീമ്യരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവർ മിസ്രയീമിൽ 430 സംവത്സരം പാർത്തിരുന്നു. അവരുടെ ഇടയിൽ ബഹുവിധമായിരിക്കുന്ന ദൈവങ്ങളെ ആരാധിച്ചവരായിരുന്നു ഈ മിസ്രയീമ്യർ എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ നിന്നാണ് ദൈവം അവരെ പുറപ്പെടുവിച്ച് കൊണ്ടിരിക്കുന്നത്. സകല മൃഗങ്ങളും ജീവികളും ഒക്കെ അവരുടെ ദൈവന്മാരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഈ പ്രാക്ടീസുകൾ ഒരിക്കൽ പോലും നിങ്ങൾ അതുപോലെ കാണിക്കുവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ വേർപെട്ടവരാണ്, വിശുദ്ധന്മാരാണ്, പ്രത്യേക വിഭാഗമാണ് എന്ന് കാണിക്കുവാനായിട്ട് അവർ കഴിക്കുന്നതും അവർ പാലിക്കുന്നതും അനുഷ്ഠിക്കുന്നതുമായ യാതൊന്നും തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ നിയമം വെച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുക ചെയ്തത്. അപ്പോൾ നിങ്ങൾ അവിടെ കണ്ടതും അവിടെ ചെയ്തതും അത് നിങ്ങൾ പിന്തുടരുവാനായിട്ട് പാടില്ല, നിങ്ങൾ പ്രത്യേകതയുള്ളവരാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈ ഡയറ്ററി ലോസ് കൊണ്ട് ദൈവ ഉദ്ദേശം. പഴയ നിയമത്തിൽ നമുക്കറിയാം പരിശോധന ഉണ്ടായിരുന്നു, ആചാരപരമായിരിക്കുന്ന കഴുകലുണ്ടായിരുന്നു, ശുദ്ധീകരണ പ്രക്രിയ ഉണ്ടായിരുന്നു. ചില ആഹാര സാധനങ്ങൾ കഴിക്കാതെ ഒഴിഞ്ഞിരിക്കുക പതിവായിരുന്നു. എന്തെങ്കിലും ബാഹ്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും തന്നെ രക്ഷ പ്രാപിക്കുന്നതിനോ ദൈവം മുമ്പാകെ പൂർണ്ണൻ ആയിത്തീരുന്നതിനൊന്നും ഇതൊന്നും വിഷയമായിരുന്നില്ല.
അങ്ങനെ ഒന്നും ആയിരുന്നില്ല അവരുടെ വീണ്ടെടുപ്പ്, അവരുടെ രക്ഷ എന്ന് പറയും. പിന്നെ എങ്ങനെയാണ് ഇവരൊക്കെ രക്ഷ പ്രാപിച്ചത്? അവരെങ്ങനെയായിരുന്നു വിശുദ്ധീകരണം പ്രാപിച്ചത്? പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്, വിശ്വാസത്താലാണ് രക്ഷ പ്രാപിക്കുന്നത്, വിശ്വാസത്താലുള്ള നീതീകരണം. അബ്രഹാം എപ്പോഴാണ് നീതീകരിക്കപ്പെട്ടത്? അബ്രഹാം പരിച്ഛേദന എന്ന് പറയുന്ന ആ ഒരു വിഷയം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അബ്രഹാം വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു. അപ്പോൾ പരിച്ഛേദന ആയിരുന്നില്ല അബ്രഹാമിൻ്റെ രക്ഷയ്ക്ക് കാരണമായത്. അബ്രഹാമിന് കൊടുത്തൊരു നിയമം, ഒരു ഉടമ്പടിയാണ്. അതൊരു കമ്മ്യൂണിറ്റിയിലോട്ട് ചേർക്കുവാൻ വേണ്ടി ഐഡൻറ്റിഫിക്കേഷനായിട്ട് ഒരു സമൂഹത്തിൻ്റെ അംഗങ്ങളാണ് തിരിച്ചറിയാൻ വേണ്ടി കൊടുത്ത ഒരു പ്രാക്ടീസാണ്. അബ്രഹാം പരിച്ഛേദന കൊണ്ടല്ല രക്ഷയ്ക്ക് പ്രാപിച്ചത്, മറിച്ച് അതിനു മുമ്പ് തന്നെ അബ്രഹാം വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചു. അപ്പോൾ ഈ സമ്പ്രദായങ്ങൾ അനുസരിച്ചതുകൊണ്ടോ ആചാരങ്ങൾ പാലിച്ചതുകൊണ്ടോ അനുഷ്ഠാനങ്ങൾ പാലിച്ചതുകൊണ്ടോ ഒരു ദേഹിയും ഒരു കാലത്തും രക്ഷ പ്രാപിച്ചിട്ടില്ല. അന്നും ഇന്നും എക്കാലവും വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ നീതീകരണം പ്രാപിക്കും. വിശ്വാസത്താലുള്ള രക്ഷ, അതിന് യാതൊരു മാറ്റമില്ല. ഇതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രതിമത്തിൽ പൗലോസ് സ്ഥാപിക്കുന്നത്, ഗലാത്യ ലേഖനത്തിൽ കടന്നു വരുമ്പോൾ അവിടെ പൗലോസ് സ്ഥാപിക്കുന്നുണ്ട്, ഹൃദയത്തിൻ്റെ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അപ്പോൾ പരിച്ഛേദന ആവശ്യമായിരിക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ് പരിച്ഛേദന. ഹൃദയത്തിൽ നിന്നും ചില കാര്യങ്ങളെ നമ്മൾ മുറിച്ച് മാറ്റുക, എടുത്തു കളയുക, എറിഞ്ഞു കളയുക, അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഹൃദയശുദ്ധമാക്കുക, എങ്കിൽ മാത്രമേ ഒരുവന് ദൈവമായിട്ട് അടുത്ത് വരുവാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ തന്നെ പഴയ നിയമത്തിൽ 2 ഭാഗങ്ങൾ പറയുന്നുണ്ട് പരിച്ഛേദനയുടെ പ്രത്യേകത. ആവർത്തന പുസ്തകം 10:16 നാം കാണുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ. ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീനെന്ന് ആവർത്തന പുസ്തകത്തിൽ മോശ പറയുന്നുണ്ട്. യിരെമ്യാപ്രവചനം 4:4 പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീർക്കിക്കളവീൻ. അപ്പോൾ അവിടെയും ആവശ്യമായിരിക്കുന്നത് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം, ഹൃദയത്തിൻ്റെ പരിശോധന, എങ്കിൽ മാത്രമേ ദൈവത്തോടെടുക്കുവാനായിട്ട്, ദൈവത്തിലോട്ട് ചേരുവാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് പറയാം. യഹൂദജനം ദൈവത്തിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് പകരം പാരമ്പര്യങ്ങളെ അവരിങ്ങനെ പരിപോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് അമിത പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അമിത പ്രാധാന്യം സമ്പ്രദായങ്ങളെ കൊടുത്ത് ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? വിശ്വാസത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വചനമാകുന്ന ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ യഹൂദൻ പാരമ്പര്യങ്ങളിൽ ആശ്രയിച്ചു, പാരമ്പര്യങ്ങളിൽ ശരണപ്പെട്ടു, പാരമ്പര്യങ്ങളിൽ അവർ വലയം ചെയ്തിരുന്നതിനാൽ ക്രിസ്തുവിനെയോ അവൻ്റെ ഉപദേശങ്ങളെയോ ശരിക്കും അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റിയില്ല. അവരപ്പോഴും പാരമ്പര്യങ്ങളിൽ നിൽക്കുക. ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ലോകത്തിൽ വന്നു. അത് അവൻ പ്രമാണങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി അവൻ തെളിയിച്ചു കൊടുത്തു. അത്ഭുതങ്ങൾക്കൂടെയും അടയാളങ്ങൾക്കൂടെയും പഠിപ്പിക്കലിൽക്കൂടെയൊക്കെ ക്രിസ്തു ദൈവത്തെ തെളിയിച്ചു കൊടുത്തു. വരുവാൻ പോകുന്ന മെസ്സിയാണ് തെളിയിച്ചു കൊടുത്തപ്പോഴും പാരമ്പര്യങ്ങൾ അവരെ നിൽക്കുന്നുണ്ട്. അവർക്ക് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല, അവർ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഈ മറുപടി കേട്ടിട്ട് പരീശന്മാർ ഇടറിപ്പോയി എന്നാണ് വായിക്കുന്നത്. അതായത് അകത്തോട്ട് പോകുന്ന ആഹാരമല്ല നിങ്ങളെ അശുദ്ധരാക്കുന്നത്, മറിച്ച് വായിൽ നിന്ന് പുറത്ത് വരുന്ന വചനങ്ങളാണ് നിങ്ങളെ, വാക്കുകളാണ് അശുദ്ധമാക്കിയെന്ന് പറഞ്ഞപ്പോൾ അവർ ഇടറിപ്പോയി. അതായത് ഇതുവരെയും ഇവരെന്താ ചെയ്തിരുന്നത്? സമ്പ്രദായം അനുസരിച്ച് അശുദ്ധിയുള്ള യാതൊരു ആഹാരം കഴിക്കുകയില്ല, കൈ കഴുകാതെ ആഹാരം കഴിക്കുകയില്ല. ഇവിടെ കർത്താവ് പറയുന്നത് വായ്ക്കകത്തോട്ട് പോകുന്ന ആഹാരമൊന്നുമല്ല, വായിൽ നിന്നും പുറത്ത് വരുന്നതാണ് നിങ്ങൾ അശുദ്ധമാക്കിയെന്ന് പറയുമ്പോൾ അവർ ഞെട്ടിപ്പോയി, അവർ ഷോക്കായിപ്പോയി. എന്താ ഇവൻ പറയുന്നത്? ഇതുവരെയും പാരമ്പര്യമായി പിതാക്കന്മാർ മുതൽ ഞങ്ങളിങ്ങനെ ചെയ്തു വരികയാണ്. എന്താണ് ഇവനിവിടെ സ്ഥാപിക്കുന്നത്? പാരമ്പര്യത്തെ പൂർണ്ണമായി എടുത്തു കളയുകയാണോ? സമ്പ്രദായത്തെ മാറ്റിക്കളയുകയാണോ? വിശുദ്ധിയെ മാറ്റിക്കളയാണോ? അശുദ്ധി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണോ എന്നുള്ളായിരിക്കും ചിന്ത കേട്ട് ഇവർ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ കർത്താവിടെ സ്ഥാപിക്കുന്നത് എല്ലാം കഴിക്കാം എന്ന് കർത്താവിടെ പറയുമ്പോൾ അവർ ഞെട്ടിപ്പോയി.
ഒരിക്കലും ഇങ്ങനെ ഒരു മറുപടി ഈ പരീക്ഷന്മാർ കർത്താവിൽ പ്രതീക്ഷിച്ചില്ല. ഞെട്ടിപ്പോയി, ഇടറിപ്പോയി എന്നാണ് വായിക്കുന്നത്. 13-14 വാക്യം കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് അതിനോട് ബന്ധിച്ച് ഉപമ പറയുകയാണ്. ആ ഉപമയാണ് നമ്മുടെ വിഷയമെന്ന് പറയുന്നത്. എന്നിട്ട് കർത്താവോട് പറയുന്നത് 2 കാര്യം പറയുന്നുണ്ട്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ആ ഒരു ചെറിയ ഉപമയാണ് ഇവിടെ കർത്താവ് പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അവരെ വിട്ടേക്കുക. ശിഷ്യന്മാരെയാണ് ഇവർ വന്ന് ചോദ്യം ചെയ്തത്, നിങ്ങൾ കൈ കഴുകാതെ കഴിക്കണം. അപ്പോൾ ശിഷ്യന്മാരും ആപ്പാടെ വിഷമത്തിലായി, വലിയ പ്രയാസത്തിലായപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവരെ ഈ കൂട്ടരെ നിങ്ങൾ വിട്ടേക്കുക. അവരെ ദൈവം നട്ടിട്ടുള്ളത് അല്ല. നിങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നവരെ ആര് നട്ടിട്ടുള്ളതല്ല? ദൈവം നട്ടിട്ടുള്ളതല്ല. അവർ കളകളാണ്. അവർ ഗോതമ്പിൻ്റെ ഇടയിൽ വളർന്നു വരുന്ന കളകൾക്ക് സമാനമാണ്. അവരെ ഒരിക്കൽ എന്ത് ചെയ്യുന്നു? വേരോടെ പറിച്ചു കളയും എന്ന് പറയുകയാണ്. ആത്മീയ വിഷയത്തിൽ അവർ അന്ധന്മാരാണ്. അവരും അവരെ അനുഗമിക്കുന്നവരും അവസാനം എവിടെ വീഴുന്നു? കുഴിയിൽ വീഴും. അപ്പോൾ ചുരുക്കത്തിൽ അവസാനം ഇവിടെ അന്ത്യം എന്ന് പറയുന്നത് നിത്യനാശം, നിത്യനരകമെന്ന് കർത്താവ് ഇവിടെ പറയുക. ഇത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ടും പത്രോസിന് അപ്പോഴും മനസ്സിലായില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ പശുത്തി ഒഴിച്ച് പത്രോസിന് മനസ്സിലായില്ല. പത്രോസ് വന്നിട്ട് പറയുകയാണ്, കർത്താവ് ആ പറഞ്ഞ ഉപമയുടെ അർത്ഥം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, നിങ്ങളും ഇന്ന് വരെ ബോധമില്ലാത്തവരോ എന്ന് ചോദിക്കുക. ഇത്രയും പറഞ്ഞിട്ട് ഒരു ബോധവും നിങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് കർത്താവ് പറയുക. ഇപ്പോഴും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കർത്താവ് പറയുക. മർക്കോസ് പറയുന്നത് 7:19 വായിക്കുന്നത്, പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്നത് അവൻ്റെ ഹൃദയത്തിലല്ല, വയറ്റിലത്രേ ചെല്ലുന്നു. ശ്രദ്ധിക്കണം, പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്നത് അവൻ്റെ ഹൃദയത്തിലേക്കല്ല, മറിച്ച് വയറ്റിലത്രേ ചെല്ലുന്നു. അപ്പോൾ അവിടെ പറയുന്ന ആഹാരം ശരീരത്തിനുള്ളതാണ്. അത് ശരീരത്തെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബാധിക്കുന്നു. ആന്തരിക മനുഷ്യനെ ആഹാരം ഒരിക്കലും അശുദ്ധം ആക്കുന്നില്ല. കാരണം കർത്താവ് വളരെ വ്യക്തമായിട്ട് സ്ഥാപിക്കുകയാണ്, അകത്തോട്ട് കഴിക്കുന്ന ആഹാരം ഹൃദയത്തിൽ ചെല്ലാത്തത് കൊണ്ട് അവൻ അശുദ്ധൻ ആകുന്നില്ല. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അശുദ്ധി ഉണ്ടാക്കുന്നത്. അപ്പോൾ കഴിക്കുന്ന ഏത് ആഹാരമായാലും അത് ഹൃദയത്തിൽ ചെല്ലാത്തത് കൊണ്ട് അവൻ അശുദ്ധൻ ആകുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്. ഇപ്പോൾ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ബാഹ്യമായിട്ടുള്ള ഒന്നും തന്നെ ഒരു മനുഷ്യൻ്റെ ആത്മീയ ശുദ്ധീകരണം വരുത്തുന്നില്ല, അവനെ ഒരിക്കലും അശുദ്ധനാക്കുന്നുമില്ല. ആത്മീയ ശുദ്ധീകരണത്തിന് ഈ പറയുന്ന പൂർവന്മാരുടെ സമ്പ്രദായങ്ങളൊന്നും അവന് സാധ്യമാകുന്നില്ല. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആഹാരങ്ങൾ കഴിച്ചത് കൊണ്ടും അവനൊരിക്കലും അശുദ്ധനാകുന്നില്ല. കാരണം അവൻ്റെ ഹൃദയത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല. കാരണം ഹൃദയമാണ് ആർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിന് കൊടുത്തിരിക്കണം. ഹൃദയമാണ് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയവും മനുഷ്യൻ്റെ ഹൃദയവുമായിട്ടാണ് ബന്ധങ്ങൾ. അപ്പോൾ ഹൃദയമാണ് ശുദ്ധമാക്കേണ്ടത്, ഹൃദയമാണ് വിശുദ്ധിയിലോട്ട് നയിക്കേണ്ടത്. ഈ ഫുഡ് ഒരിക്കലും, ആഹാരങ്ങൾ ഒരിക്കലും ഹൃദയത്തിലോട്ട് ചെല്ലുന്നില്ല. അതുകൊണ്ട് അവർ അശുദ്ധന്മാരല്ല എന്ന് പറയുക. ഇപ്പോൾ കർത്താവ് വ്യക്തമാക്കുന്നത് എന്താ പറയുന്നത്? വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതോ എന്തു ചെയ്യുന്നു? എവിടുന്ന് വരുന്നു? വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് എവിടുന്ന് വരുന്നു? ഹൃദയത്തിൽ നിന്ന് വരുന്നു. വായിലോട്ട് പോകുന്നത് എവിടെ ചെല്ലുന്നില്ല? ഹൃദയത്തിൽ ചെല്ലുന്നില്ല. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നാം പഠിക്കണം. വായിലോട്ട് ചെല്ലുന്ന ഹൃദയത്തിൽ ചെല്ലാത്തത് കൊണ്ട് അവൻ അശുദ്ധനാക്കുന്നില്ല. ഹൃദയത്തിൽ എന്തെല്ലാം പുറപ്പെട്ടു വരുന്നുവോ അതെല്ലാം ഒന്നുകിൽ ശുദ്ധനാക്കുന്നു അല്ലെങ്കിൽ അശുദ്ധനാക്കുന്നു. അതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്.
അപ്പോൾ ഒരുവനെ അശുദ്ധമാക്കുന്നത് എന്താണ്? കഴുകൾ പ്രാപിക്കാത്ത ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ആരെ അശുദ്ധമാക്കുന്നത്? മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ആവശ്യമായിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. കർത്താവ് വേറെ ഒരു ആക്രമണം അഴിച്ചുവിടുക. ആദ്യം നിങ്ങൾ പോയി ഹൃദയത്തെ നിങ്ങൾ കഴുകി ശുദ്ധീകരിക്കും. അപ്പോൾ ഇവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അവർ ന്യായപ്രമാണത്തിനേക്കാൾ ഉപരിയായി സമ്പ്രദായങ്ങൾ ഇങ്ങനെ കിടക്കുക. ഈ സമ്പ്രദായങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് മനുഷ്യനെ രക്ഷിക്കുന്നില്ല. വിശ്വാസത മാത്രമേ നീതീകരണം പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളുടെ പൂർവ്വതായിരിക്കുന്ന അബ്രഹാം ആ വിശ്വാസത്താലാണ് നീതീകരണം പ്രാപിച്ചത്. ഏറ്റവും ഊന്നി പറയുന്ന വിഷയം പരിച്ഛേദനയാണ്. അതിനു മുമ്പ് തന്നെ അബ്രഹാം വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു. അപ്പോൾ അന്ന് ഈ ലോസൊന്നുമില്ല, ഇതൊന്നുമില്ല. അതുമാത്രമല്ല, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വന്ന ശേഷമാണ് ഈ ഡയറ്ററി ലോസൊക്കെ ദൈവം കൊടുത്തത്. അതിനു മുമ്പ് അതുമില്ല. അപ്പോൾ ഈ ഒരു മോശ അവരെ പുറപ്പെടുവിച്ച് കൊണ്ട് വന്ന ശേഷമാണ് ഈ ലേവ്യ പുസ്തകത്തിൽ പറയുന്ന ഈ ലോസ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും കാണാൻ കഴിയുന്നത്, നിങ്ങൾ പുറപ്പെട്ടു വന്നിരിക്കുന്ന ജനം ജാതികളുടെ ഇടയിൽ പാർത്ത ഒരു സമൂഹം. അവരുടെ ഇടയിൽ പലവിധമായ ഭക്ഷണ രീതി ഉണ്ടായിരുന്നു, സംസ്കാരമുണ്ടായിരുന്നു, ആചാരങ്ങളുണ്ടായിരുന്നു, അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ദൈവീയ പ്രമാണങ്ങൾക്ക് വൈരുദ്ധ്യമായിരുന്നു. അവരുടെ ഇടയിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനിയും മുതൽ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ നിങ്ങൾ അവരെക്കാട്ടിൽ വ്യത്യസ്തരാണ് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ നിഷ്കർഷത പാലിക്കണം, അകലങ്ങൾ പാലിക്കണമെന്ന് അന്ന് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാണ്. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നത് അത് അവർക്ക് ഒരു കൊടുത്തിരിക്കുന്ന പ്രമാണമായിരുന്നെങ്കിൽ തന്നെയും കർത്താവ് ഇവിടെ സ്ഥാപിക്കുന്നത് ആസ് ലോങ് ആസ് അത് ഹൃദയത്തിൽ ചെല്ലാത്തത്തോളം കാലം ഒരു മനുഷ്യനെ ഇതൊന്നും അശുദ്ധമാക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പം കഴുകേണ്ടത് എന്താണ്? കൈകളല്ല കഴുകേണ്ടത്, പിന്നെന്താണ്? ഹൃദയമാണ് കഴുകേണ്ടത്. പ്രിയപ്പെട്ടവരെ, എത്രയോ വളരെ വ്യക്തമായിട്ടുള്ള വിഷയമാണ്. ഒരു മനുഷ്യൻ ദൈവത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആണ് നാം ശുദ്ധീകരണം പ്രാപിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ വായ് കൊണ്ട് ഏറ്റുപറയുന്നു. അതായത് എനിക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തു എൻ്റെ രക്ഷകനായ കർത്താവായിട്ട് ഞാൻ അംഗീകരിക്കുന്നു എന്ന് വായിൽ കൊണ്ട് പറയുന്നു. ആ വായ് കൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ എവിടുന്ന് പുറപ്പെട്ടു വരണം? ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരണം. കേവലം വായ് കൊണ്ട് പറഞ്ഞ് മാത്രമല്ല, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അത് പുറപ്പെട്ടു വരണം. അത് പുറപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പാപിയാണ് എന്നുള്ള വസ്തുത അവൻ തിരിച്ചറിയുകയും അവന് നിത്യമായ ശിക്ഷാവധിയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കണം. ആ ഒരു മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അത് പുറത്തു വരുന്നത്. ഇവിടെ കർത്താവ് സ്ഥാപിക്കുന്നത്, നിങ്ങൾ കൈകളെ കഴുകുകൊണ്ടല്ല വിശുദ്ധന്മാരായി തീരുന്നത്, ഹൃദയങ്ങളെ കഴുകിയാണ് വിശുദ്ധിയിലോട്ട് പോകേണ്ടത് എന്ന് പറയാം. ഹൃദയത്തിൽ നിന്ന് വരുന്ന എന്തൊക്കെയാണ്? ഹൃദയത്തിൽ നിന്ന് വരുന്ന ദോഷം ചെയ്യുന്ന, അശുദ്ധി വരുത്തുന്നതിൻ്റെ ഒരു ലിസ്റ്റ് കർത്താവോട് പറയുക. എന്തൊക്കെയാണ്? ദുർചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം. ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? ഹൃദയത്തിൽ നിന്ന് വരുന്നു. ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരികയും വായുകൊണ്ട് പ്രമാണങ്ങൾ ഇങ്ങനെ വായിക്കുകയും ചെയ്യുമ്പോൾ എന്തർത്ഥമിരിക്കുന്നു? യെശയ്യാപ്രവാചകൻ പറഞ്ഞത് ഇതുതന്നെയാണ്. വായു കൊണ്ട് നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തുന്നു, ഹൃദയം എന്നിൽ നിന്ന് മാറിയിരിക്കുക. കാരണം ഹൃദയം എപ്പോഴും അശുദ്ധി നിറഞ്ഞിരിക്കുക. ഹൃദയത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം, ക്ലീനിങ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം കർത്താവിടെ പറഞ്ഞു വരുന്ന ഉദ്ദേശം, ഹൃദയങ്ങളെ നിങ്ങൾ ശുദ്ധീകരിക്കുക. ഹൃദയത്തിൻ്റെ വെടിപ്പ്, ഹൃദയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നാണ് കർത്താവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ഥാപിക്കുന്ന കർത്താവിടെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്താണ്? ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഒരിക്കലും ആഹാരമല്ല. ആഹാരം കഴിച്ചുകൊണ്ട് ഒരിക്കലും മനുഷ്യനെ അശുദ്ധനാകുന്നില്ല. മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ നിന്ന്
യോഗ്യമല്ലാത്ത പ്രവൃത്തികളാണ് പുറപ്പെട്ടു വരുന്നതെങ്കിൽ, അത് പല കാര്യങ്ങളുണ്ട്. യോഗ്യമല്ലാത്ത നീക്കങ്ങൾ, പെരുമാറ്റങ്ങൾ, രീതികൾ, ഇടപാടുകൾ, സഹകരണങ്ങൾ, സംസാരങ്ങൾ, വീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ, ചിന്തകൾ, ഇതെല്ലാം ഹൃദയത്തിൽ വരികയാണ്. മോശമായിട്ടുള്ളതാണെങ്കിൽ, ദൈവീയ പ്രമാണങ്ങൾക്ക് വൈരുദ്ധ്യമാണെങ്കിൽ, നിരക്കുന്നതല്ല എങ്കിൽ അവന് മാനസികമായിട്ട് ആത്മീയമായ ചിന്തിച്ചാൽ അശുദ്ധിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് വിശുദ്ധിയാണ്, ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് എന്ന് കർത്താവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ആത്മീയ അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിലയിരുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഏത് അവസ്ഥയിലായിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എപ്രകാരം ആയിരിക്കുന്നു എന്ന് വിലയിരുത്താൻ പറ്റുന്ന നല്ലൊരു വിശദീകരണമാണ് കർത്താവ് നൽകുന്നത്. ഏതെങ്കിലും നിലകളിൽ അശുദ്ധിയോടെ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കഴിയെടുക്കുവാനായിട്ട് നമ്മെ ഉത്തേജിപ്പിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങളാണ് എന്നിവിടെ കാണാൻ കഴിയുന്നു. ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ പലതുമായിരിക്കുന്ന പല വേദഭാഗങ്ങളെപ്പറ്റി ഇതിനോട് ബന്ധിച്ച് ചിന്തിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനോട് ബന്ധിച്ച് ഈ വിഷയം തെളിയിക്കുവാനായിട്ട് ഒട്ടനവധി വാദഭാഗങ്ങളുണ്ട്. അതിലേക്ക് പോകുന്നില്ല, സമയം അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. പിന്നൊരിക്കൽ ഈ വിഷയം എപ്പോഴെങ്കിലും സംസാരിക്കേണ്ട സാഹചര്യം വന്നാൽ ഞാൻ ആ വിഷയം എടുക്കാം. കർത്താവ് നമ്മെ ഇന്ന് രാത്രിയിൽ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ.